السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. أفأمن أهل القرى أن يأتيهم بأسنا بياتا وهم نائمون. أوأمن أهل القرى أن يأتيهم بأسنا ضحى وهم يلعبون. أفأمنوا مكر الله فلا يأمن مكر الله إلا القوم الخاسرون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അന്ത്യനാളിന്റെ മുന്നോടിയായി ഈ ലോകത്ത് സംഭവിക്കാനിരിക്കുന്ന ഒട്ടേറെ പ്രതിഭാസങ്ങളെ സംബന്ധിച്ച് ഇതിനകം നാം വിശദീകരിച്ചു കഴിഞ്ഞു. തുടർന്നും ചില ഹദീസുകളിലൂടെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മുന്നറിയിപ്പ് നൽകിയ ചില കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അന്ത്യനാളിന്റെ അടയാളങ്ങൾ ഓരോന്നും കേൾക്കുമ്പോൾ നാഥ, നിന്റെ വാക്കുകൾ, നിന്റെ ദൂതനിലൂടെ നീ അറിയിച്ച സന്ദേശങ്ങൾ, ജീവിതത്തിൽ പകർത്തുന്നതിൽ ഞങ്ങളിൽ വന്ന വീഴ്ചകൾ അല്ലാഹുവേ പുറത്തു തരികയും ശുദ്ധമായ ഒരു ജീവിതത്തിനുള്ള തൗഫീഖ് നൽകുകയും ചെയ്യണമേ എന്ന പ്രാർത്ഥന പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിലൂടെ എപ്പോഴും കടന്നുപോയിക്കൊണ്ടിരിക്കണം എന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. മഹാനായ ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയുകയാണ്, ഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തഖൂമു സ്സാഅ ഹത്താ യുഖ്ബദൽ ഇൽമു വതക്സുറ അസ്സലാസിൽ വയതഖാറബ അസ്സമാൻ വതൽഹറ അൽഫിതൻ വയക്സുറ അൽഹർജു വഹുവ അൽഖത്ൽ വഹത്താ യക്സുറ ഫീകുമുൽ മാൽ ഫയഫീദ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലാ തഖൂമു സ്സാഅ, അന്ത്യനാൾ സംഭവിക്കുന്നതല്ല. ഇൽമ് ഉയർത്തപ്പെടുന്നത് വരെ വിശദീകരിച്ചു കഴിഞ്ഞ കാര്യമാണ്. അടുത്ത വിഷയമാണ് ഒരൽപ്പം പറയാനുള്ളത്. സൽസലകൾ ലോകത്ത് അധികരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇസ്ലാമികമായി നാം വളരെയേറെ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടുന്ന അത്ഭുതകരമായ പ്രതിഭാസമാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഭൂകമ്പങ്ങളും ഭൂചലനങ്ങളും. അന്ത്യനാളിന്റെ മുന്നോടിയായി ഈ പ്രതിഭാസത്തിൽ വലിയ വർധനവ് സംഭവിക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകുന്നത്. നാം മനസ്സിലാക്കുക, അല്ലാഹു എന്ത് ദൃഷ്ടാന്തങ്ങൾ ലോകത്തിലേക്ക് അയക്കുന്നുണ്ടെങ്കിലും അതൊക്കെ നമ്മെ ഭയപ്പെടുത്തുവാൻ കൂടിയാണ്
എന്ന സന്ദേശം ആമുഖമായി നമ്മുടെ മനസ്സിലുണ്ടാകണം. വമാ നുർസിലു ബിൽ ആയാതി ഇല്ലാ തഖ്വീഫ. തഖ്വീഫാണ്, പേടിപ്പെടുത്തുകയാണ്. ഒന്ന് പിന്നോക്കം ചിന്തിക്കാനുള്ള ഓർമ്മപ്പെടുത്തലുകളാണ്, ടെസ്റ്റ് ഡോസുകളാണ്. മനസ്സിലാക്കണം, ചിന്തിക്കണം എന്നാണ് ഇസ്ലാം വളരെ ഗൗരവത്തോടു കൂടി പറയുന്നത്. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അന്ത്യനാളിന്റെ മുന്നോടിയായി സൽസലകൾ, ഭൂമി വിറക്കലുകൾ, ഭൂചലനങ്ങൾ, ഭൂകമ്പങ്ങൾ, പ്രകമ്പനങ്ങൾ അത് വർദ്ധിക്കും എന്നാണ്. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് അവിടുത്തെ ഫത്ഹുൽ ബാരിയിൽ പറയുകയാണ്, ഖദ് വഖഅ ഫീ കസീരിൻ മിനൽ ബിലാദി الشمالية والشرقية والغربية كثير من الزلازل ولكن الذي يظهر أن المراد بكثرتها شمولها ودوامها وقد وقع في حديث سلمة بن نفيل عند أحمد وبين يدي الساعة سنوات الزلازل. ഫത്ഹുൽ ബാരിയിൽ വിശദീകരിക്കുകയാണ്, തെക്കും വടക്കും പടിഞ്ഞാറുമൊക്കെയുള്ള എല്ലാ പ്രദേശങ്ങളിലും ഇതിനകം ധാരാളം സൽസലകൾ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വളരെയേറെ മുമ്പുള്ള നൂറ്റാണ്ടിൽ ജീവിച്ച അസ്ഖലാനി റഹിമഹുല്ലാഹ് പറയുകയാണ്, എന്നാൽ ഇത് അധികരിക്കും എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം അതിന് വ്യാപകത്വം ഉണ്ടാകും. ഒരു സ്ഥലത്ത് അത് അനുഭവപ്പെട്ടാൽ വിദൂര ദേശങ്ങളിലേക്ക് പോലും അതിന്റെ തുടർചലനങ്ങളും അതിന്റെ പ്രത്യാഘാതങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിങ്ങനെ തുടരെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്നുള്ള ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മറ്റൊരു ഹദീസിൽ മഹാനവറുകൾ ഉദ്ധരിക്കുകയാണ്, വബൈന യദൈ സാഅതി സനവാതുസ് സലാസിൽ. അന്ത്യനാൾ അടുത്തു വരുന്തോറും സൽസലകളുടെ വർഷങ്ങളായിരിക്കും, ഭൂകമ്പങ്ങളുടെ വർഷങ്ങളായിരിക്കും എന്ന് നാം മനസ്സിലാക്കുക. നമുക്ക് ഓർമ്മ വെച്ച നാള് തൊട്ട് എത്രയെത്ര ഭൂകമ്പങ്ങൾ നമ്മുടെ സമൂഹങ്ങളിൽ കഴിഞ്ഞുപോയി, എത്ര എണ്ണം ലോകത്ത് കഴിഞ്ഞുപോയി. പക്ഷേ ഓരോ ഭൂകമ്പങ്ങളും സംഭവിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട നടുക്കമുണ്ടാക്കുന്ന വാർത്തകൾ വായിച്ചു പിറ്റേന്നേക്ക് അതുമായി ബന്ധപ്പെട്ട ചിന്തകളും ചർച്ചകളും മനുഷ്യ മനസ്സുകളിൽ നിന്ന് പോയി മറയുന്നു എന്നതല്ലാതെ ഈ തഖ്വീഫ് കൊണ്ടൊന്നും നമ്മുടെ മനസ്സുകളിൽ സ്വാധീനമുണ്ടാകുന്നില്ല എന്നത് ഏറെ ഖേദത്തോടെ ഞാൻ ഓർക്കേണ്ടതാണ്, നമ്മളിൽ ഓരോരുത്തരും ഓർക്കേണ്ടതാണ്. നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആൻ ഒരു കാര്യം പറയുന്നുണ്ട്, അള്ളാഹുവിനെ സംബന്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ എന്താ ചിന്തിച്ചത്? നബിയെ പറഞ്ഞു കൊടുക്കണം അവരോട്. ഹുവൽ ഖാദിർ, അല്ലാഹ് കഴിവുള്ളവനാണ് കേട്ടോ, അല്ലാഹ് ഖാദിറാണ് കേട്ടോ. അലാ അയ്യബ്അസ അലൈക്കും അദാബൻ മിൻ ഫൗഖിക്കും, നിങ്ങളുടെ മുകളിൽ നിന്ന് നിങ്ങൾക്ക് ശിക്ഷ അയക്കാനുള്ള കഴിവുള്ളവനാണ്. ഔ മിൻ തഹ്തി അർജുലിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ കാലുകൾക്കടിയിൽ നിന്ന് ശിക്ഷയെ കൊണ്ടുവരാനുള്ള കഴിവുള്ളവനാണ്. ഔ യൽബിസകും ശിയാ വയുദീഖ ബഅദകും ബഅസ ബഅദിൻ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഉൻദുർ കൈഫ നുസരിഫുൽ ആയാതി ലഅല്ലഹും യഫ്ഖഹൂൻ, അവർ ചിന്തിക്കുന്നില്ലേ? നീ നോക്കൂ, കൈഫ നുസരിഫുൽ ആയാതി, ദൃഷ്ടാന്തങ്ങളെ എങ്ങനെയാണ് നാം ഇങ്ങനെ തുടരെയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ വിവരിച്ചു കൊണ്ടിരിക്കുന്നത്. ലഅല്ലഹും യഫ്ഖഹൂൻ, അവർ ഗ്രഹിക്കാൻ വേണ്ടിയാണ്. ഈ ആയത്ത് അല്ലാഹ് പറഞ്ഞിട്ട് എന്താ പറഞ്ഞത്? ലഅല്ലഹും യഫ്ഖഹൂന, അവര് നന്നായി കാര്യം ഗ്രഹിക്കാനാണ്. ലോകത്ത് നടമാടിക്കൊണ്ടിരിക്കുന്ന മുകളിൽ നിന്നുള്ള ശിക്ഷ, ഭൂമി നമ്മുടെ കാലുകൾക്കടിയിൽ നിന്നുള്ള ശിക്ഷ, എല്ലാ ഭാഗത്തു നിന്നും പല രൂപത്തിലുള്ള അദാബുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നാം അതുകൊണ്ടാണ് തേടുന്നത്, അല്ലാഹുവേ നീ എന്നെ കാത്തുകൊള്ളണമേ, എന്റെ മുന്നിൽ നിന്ന് കാക്കണം, പിന്നിൽ നിന്ന് കാക്കണം, വലതു ഭാഗത്തൂടെ കാക്കണം, ഇടതു ഭാഗത്തുകൂടെ കാക്കണം, മുകളിൽ നിന്ന് ശിക്ഷ വരുന്നതിൽ നിന്ന് കാക്കണം. അതേ, എല്ലാ നിലക്കുമുള്ള പ്രത്യേകമായ രൂപത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ എനിക്കുണ്ടല്ലോ, നീ എന്നെ അതിൽ നിന്നെല്ലാം കാത്തുകൊള്ളണമേ. നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ? നാം പ്രാർത്ഥിക്കുന്നില്ലേ? അത് പ്രാർത്ഥിക്കേണ്ടവരാണ് നമ്മൾ. ഇനിയും നോക്കൂ, ഖുർആൻ നമ്മളോട് ചോദിക്കുന്നു, അഫ അമിന അഹ്ലുൽ ഖുറാ,
ഗ്രാമത്തിലെ ആളുകൾ നിർഭയരായിരിക്കുകയാണോ, നാട്ടുകാര് നിർഭയരായിരിക്കുകയാണോ? അയ്യതിയഹും ബഅസുനാ, നമ്മുടെ ശിക്ഷ അവർക്ക് വരുന്നതിൽ നിന്നും ബയാതാ, അവർ രാത്രികളിലായിരിക്കെ വഹും നായിമൂൻ, അവർ ഉറങ്ങിക്കിടക്കുന്ന നേരത്ത് വല്ല ശിക്ഷയും വരൂലാൻ അവർക്ക് വല്ല നിർഭയത്വവുമുണ്ടോ? ചോദിക്കുകയാണ് ഖുർആൻ. നമ്മൾ ഉറങ്ങാൻ കിടന്നിട്ട് വല്ല പൊടുന്നനെ വല്ല ശിക്ഷയും വരൂലാന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അതല്ലെങ്കിൽ അവാമിനാഹുൽ ഖുറാ, നാട്ടുകാരിൽ നിർഭയരാണോ? അയ്യതിയഹും ബഅസുനാ, നമ്മുടെ ശിക്ഷ അവർക്ക് വന്നെത്തുന്നതിൽ നിന്നും ളുഹം വഹും യൽഅബൂൻ, അതാ ഇളയുച്ച നേരത്ത് അവർ കളിച്ചുകൊണ്ടിരിക്കെ, ആ കളിയിലും വിനോദത്തിലും ഏർപ്പെട്ടുകൊണ്ടിരിക്കെ നമ്മുടെ ശിക്ഷ വരില്ലെന്ന് വല്ല ഉറപ്പും ഇവർക്കുണ്ടോ? അഫ അമിനു മക്റല്ലാഹ്, അല്ലാഹുവിന്റെ പ്രത്യേകമായ പിടുത്തത്തെ കുറിച്ച് ഇവര് നിർഭയരായിരിക്കുകയാണോ? എങ്കിൽ ഒരു കാര്യം അറിഞ്ഞോ, ഫലാ യഅ്മനു മക്റല്ലാഹി, അല്ലാഹുവിന്റെ ഈ രൂപത്തിലുള്ള തന്ത്രങ്ങളെ കുറിച്ച് ആർക്കേ നിർഭയത്വം ഉണ്ടാവുകയുള്ളൂ? അതിനെക്കുറിച്ച് വില കൽപ്പിക്കാത്തതാരാണ്? അതിനെപ്പറ്റി കേട്ടാലും ചിന്തിക്കാത്തവരാരാണ്? ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ, നഷ്ടകാരികളായ ഖൗമല്ലാതെ ഇതിനെക്കുറിച്ച് നിർഭയരാവൂല. അള്ളാന്റെ ഓരോ ദൃഷ്ടാന്തങ്ങൾ ലോകത്ത് നടക്കുമ്പോ ഇതൊന്നും ഞങ്ങൾക്ക് ബാധകല്ല, ഇതൊന്നും ഞങ്ങളെ ബാധിക്കൂല എന്ന നിലക്ക് നിർഭയത്വം വായിച്ചുകൊണ്ടിരിക്കുന്നവരാരായിരിക്കും? നഷ്ടകാരികളായിരിക്കും എന്നാണ് ഖുർആൻ നൽകുന്ന മുന്നറിയിപ്പ്. എന്തിനാ? എത്രയെത്ര നമുക്ക് എണ്ണാൻ കഴിയോ? നമ്മുടെ ഓർമ്മ വെച്ച നാള് മുതൽ എത്രയെത്ര ഇന്ത്യയെ ഇളക്കി മറിച്ചുകൊണ്ടുണ്ടായ ലാത്തൂരിലെ ഭൂകമ്പം, എത്ര ലക്ഷങ്ങളാണ് അവിടെ പടഞ്ഞു വീണത്, എത്ര ഗ്രാമങ്ങളാണ് നിലംപൊത്തിയത്, നമ്മുടെ ഓർമ്മയിൽ നിന്ന് പോകട്ടെ. ഇക്കഴിഞ്ഞ ജനുവരി അഥവാ 2010 ജനുവരിയിൽ ലോകത്തെ നടുക്കി, ജനുവരി 12 ലോകത്തെ നടുക്കിയ ഹെയ്റ്റിയിലെ ഭൂകമ്പം 2 ലക്ഷം ജനങ്ങളാ മരിച്ചത്. 2 ലക്ഷം, 70,000-ഓളം ജനങ്ങളെ കൂട്ടമായി ഒരൊറ്റ ശ്മശാനത്തിൽ കൊണ്ടുപോയി കുഴിച്ചിട്ടു അടക്കി എന്ന് ഹെയ്റ്റിയുടെ പ്രധാനമന്ത്രി വളരെ കൃത്യമായി കണക്ക് പറഞ്ഞു. ഒന്നിച്ചൊരു കുഴിയിൽ കിട്ടുമെന്ന്. എന്ത് ചെയ്യാനാ? അങ്ങനെ ലക്ഷങ്ങൾ പടഞ്ഞു വീഴുന്ന ഒരു ഹെയ്റ്റി ദുരന്തം ജനുവരി 12 സംഭവിച്ചെങ്കിൽ തീർന്നില്ല. പിന്നെയും എത്രയോ ധാരാളം രൂപത്തിലുള്ള ഒരുപാട് കണക്കുകൾ എത്രയോ നമുക്ക് നിരത്താൻ സാധിക്കും. 2010 ഫെബ്രുവരി 27 ചിലിയിൽ വെളുപ്പിന് 3:34 എന്നാണ് സമയം കണക്കാക്കിയത്. വെളുപ്പിന് 3:34 ആളുകളൊക്കെ ഉറങ്ങിക്കൊടുക്കെ സുഖസുഷുപ്തിയിൽ ആറാടിക്കൊണ്ടിരിക്കുന്ന നേരത്ത് ഖുർആൻ ചോദിച്ചില്ലേ, ബയാതൻ വഹും നായിമൂൻ, അവരൊക്കെ ഉറങ്ങിക്കിടക്കുന്ന നേരത്ത് നമ്മുടെ ശിക്ഷ വരില്ല എന്ന ഒരു നിർഭയരായിരിക്കുകയാണോ എന്ന് ചോദിച്ചില്ലേ? ആ സമയത്ത് 2010 ഒക്ടോബർ 4 ഫിലിപ്പീൻസിലുണ്ടായ ഭൂകമ്പം, ഇറ്റലിയിലുണ്ടായത്, ചൈന, ഇന്തോനേഷ്യ, പാകിസ്ഥാൻ, ജപ്പാൻ, അഫ്ഗാൻ, ഏതെല്ലാം പ്രദേശങ്ങളിൽ ഉണ്ടായി, ഒരുപാട് സ്ഥലത്തുണ്ടായി. അവസാനം ഇതൊക്കെ കേട്ട് പരിചയിച്ചിരിക്കുന്ന നമുക്ക് 2-3 ദിവസം മുമ്പ് നമുക്ക് ഒരു കുലുക്ക് അനുഭവപ്പെട്ടു. എന്നിട്ട് വല്ലതും തോന്നിയോ? തോന്നിയില്ല. നിസ്സാരം. ആരും അറിഞ്ഞ തന്നെയല്ല. പലരും ഉറക്കത്തിലാണ്, ചിലരൊക്കെ ആ നേരത്തും ടിവിയുടെ മുമ്പിലാണ്. നേരം ഒരു 12:30 മണി സമയമായപ്പോ നമ്മളോടും ഒരു ടെസ്റ്റ് ഡോസ്. എന്താടോ സുഖമായിട്ട് ഉറങ്ങാ? എന്താ സീരിയലും ടിവിയും സംഗീതവും തോന്നിവാസവും ധിക്കാരവും മദ്യപാനവും വ്യഭിചാരവും പലിശയും എല്ലാ രൂപത്തിലുള്ള വൃത്തികേടും ശിർക്കും തോന്നിയാസവും നിർത്താനായില്ലടോ നിനക്ക്? ചിന്തിക്കാൻ ഒരു ടെസ്റ്റ് ഡോസ് പിടിച്ചോന്ന് അല്ലാഹു തആല പറയാണ്. ഇതെന്റെ വാക്കല്ല. വമാ നുർസിലു ബില്ലായാതി ഇല്ലാ തഖ്വീഫ. ഇത് വിശ്വാസികളായ ആളുകൾ മനസ്സിലാക്കണം ഗൗരവത്തോടുകൂടി. ഒന്ന് ചെറുതായിട്ടൊന്ന് തരിച്ചേയുള്ളൂ. പത്രങ്ങൾ എന്താ റിപ്പോർട്ട് ചെയ്തത് കേട്ടോ? എന്താണ് പത്രം റിപ്പോർട്ട് ചെയ്തത്? നിങ്ങൾ വായിച്ചു കേൾപ്പിക്കാം. ചെറുതായൊരു കുലുക്കം, ഉറക്കമിളച്ച് ജനം നടുറോട്ടിൽ. പത്രത്തിലെ റിപ്പോർട്ട് ചന്ദ്രികയിലാണ്. കഴിഞ്ഞ വ്യാഴാഴ്ച മിഞ്ഞാന്ന് വന്ന റിപ്പോർട്ടാണ്. ആളുകളൊക്കെ എല്ലാവരും ഒറ്റക്കുട്ടി ഫ്ലാറ്റിലില്ല, എല്ലാവരും റോട്ടിലാണ്. ചെറുതായൊരു കുലുക്കാണ്. ഷാർജ, പാകിസ്ഥാനിലുണ്ടായ ഭൂകമ്പത്തിന്റെ തുടർച്ചയായി രാജ്യത്ത് 4 നിമിഷ നേരത്തേക്ക് അനുഭവപ്പെട്ട കുലുക്കം മിക്ക എമിറേറ്റുകളിലും ജനത്തെ ഭീതിയിലാഴ്ത്തി.
അർദ്ധരാത്രിക്ക് ശേഷമായതിനാൽ മിക്ക കുടുംബങ്ങളും ഉറക്കത്തിൽ നിന്ന് എണീറ്റ് പുറത്തേക്ക് ഓടുകയായിരുന്നു. യുഎഇയിലെ മിക്ക എമിറേറ്റുകളിലും ചെറിയ തോതിൽ ഭൂകമ്പം അനുഭവപ്പെട്ടു. അബുദാബി, അല്ലൈൻ, ദുബായ്, കൽബ, അജ്മാൻ, റസുൽ ഖൈമ തുടങ്ങിയിടങ്ങളിൽ രാത്രി 12:37 ഭൂകമ്പം അനുഭവപ്പെട്ടത്. കട്ടിലുകളും ടെലിവിഷനും പാത്രങ്ങളും ഇളകി വീഴുകയും കെട്ടിടങ്ങൾക്ക് ചെറുതായി കുലുക്കം അനുഭവപ്പെടുകയും ചെയ്തതോടെ പരിഭ്രാന്തരായി ജനം പുറത്തേക്കോടി. 1 മണിക്കൂറിലേറെ നേരം പുറത്തു നിന്ന ശേഷം വീണ്ടും ഓരോരുത്തരായി മടങ്ങുകയായിരുന്നു. കേട്ടോ, ഇനിയും കേട്ടോ, ഇനിയും കേട്ടോ. TV കണ്ടുകൊണ്ടിരിക്കെ പിന്നിൽ നിന്ന് കസേര പിടിച്ചു വലിക്കുന്നത് പോലെ അനുഭവപ്പെട്ടതായും ടെലിവിഷൻ ഇളകിയതായും ഡാഷ് ഒരു മാപ്പിള പറഞ്ഞു. മനസ്സിലാക്കിക്കോ, ആ നേരത്തെ മാപ്പിള ടിവിന്റെ മുമ്പിലാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചിന്തിച്ചു. നമ്മളെ ചിന്ത അങ്ങോട്ടും പോകണല്ലോ. 12:37 12:30 ഇയാളും ടിവിന്റെ മുമ്പിലാണ്. ആരാ? നമ്മളെ ഖൈറുമ്മത്തിലെ മെമ്പറാണ്. ഖൈറുമ്മത്തിലെ മെമ്പർ പറഞ്ഞു. ഇനിയും കേട്ടോ, ചൊവ്വാഴ്ച അർദ്ധരാത്രി 12 മണിക്ക് ശേഷം നിരവധി പേരാണ് താമസിക്കുന്ന കെട്ടിടങ്ങളിൽ നിന്നും പുറത്തേക്ക് ഓടിയത്. ഷാർജയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്. നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന പ്രദേശത്ത് നിന്നാണ് ഞാൻ പറയുന്നത്. റോള, അൽ സഹറ, അൽ ഖാൻ, അൽ മജറ, അബൂ ശഖറ ഭാഗങ്ങളിൽ ശരിക്കും ഭൂചലനം അനുഭവപ്പെട്ടതായി ഏറെ പേർ പറഞ്ഞു. ഈ ഭാഗങ്ങളിൽ മിക്ക റെസിഡൻഷ്യൽ കെട്ടിടങ്ങൾക്ക് താഴെയും അനേകം പേർ കൂട്ടം കൂടി നിൽക്കുന്നതായും കാണാമായിരുന്നു. ഇനി കേട്ടോ, ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണർന്ന് പുറത്തേക്ക് ഓടിയവരുമുണ്ട്. രാത്രികാല വസ്ത്രം പോലും മാറ്റാതെയാണ് പലരും നിരത്തിലെത്തിയത്. പൊടുന്നനെയുണ്ടായ ഭൂമികുലുക്കം സ്ത്രീകളെ ഏറെ ഭീതിയിലാഴ്ത്തി. കിടന്നുറങ്ങുന്ന കുട്ടികളെയും വിളിച്ചുണർത്തിയ ഇവർ ജീവനും കൊണ്ട് ഓടുകയായിരുന്നു. ചിലർക്ക് കട്ടിലുകളും മേശകളും തനിയെ അനങ്ങുന്നതായും അനുഭവപ്പെട്ടു. ഈ ഭൂമികുലുക്കത്തിന്റെ വാർത്ത പരന്നത് ജനങ്ങളെ ഏറെ നേരം ആശങ്കയിലാക്കാനും കാരണമായി. ഏതാണ്ട് 1 മണിക്കൂറിന് ശേഷമാണ് ഇത്തരക്കാർ തിരിച്ച് താമസ സ്ഥലത്തേക്ക് പോയത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നാം മനസ്സിലാക്കുക, അപകടം മണക്കുന്നു നമ്മുടെ മൂക്കിന്റെ മുമ്പിൽ. എന്നിട്ട് മുസ്ലിമിനെ നിർത്താനായോ? എന്നിട്ട് മുസ്ലിമിന് ചിന്തിക്കാനായോ? ഉടുത്ത വസ്ത്രവും കെട്ടിപ്പൊതിഞ്ഞുകൊണ്ട് പെണ്ണ് പുറത്തേക്കോടി എന്നാ പറഞ്ഞ്. രാത്രി നൈറ്റി ഇട്ടിട്ട് ഓടി. എന്താ അവിടെ വസ്ത്രം നോക്കാൻ നേരണ്ടോ? കുട്ടികളെ കിട്ടുന്നവരെ എടുത്ത് ഒളിച്ചോണ്ടി ഓടി. താഴേക്ക് ഇറങ്ങി ഓടി. എവിടുക്കാ ഓടുക? എവിടേക്ക് ഓടാനാണ്? ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ. വലിയൊരു കുലുക്കം വരുമ്പോ എവിടേക്ക് ഓടാനാണ്? അതൊക്കെ മനുഷ്യൻ ചെയ്തു പോകും. പക്ഷേ ചിന്തിക്കുന്നുണ്ടോ? കുറച്ചു കഴിഞ്ഞിട്ട് ചിരിച്ചു കളിച്ച് നമ്മൾ റൂമിലേക്ക് തന്നെ വന്നുവല്ലേ? പിറ്റേന്നും എല്ലാ തോന്നിവാസവും തുടർന്നുവല്ലേ? പിറ്റേന്നും ജീവിതത്തിന് മാറ്റമൊന്നുമില്ല അല്ലേ? ഈ രൂപത്തിലാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം അതാ നമ്മോട് ചോദിച്ചതാ നിങ്ങൾ കേട്ടത്. അഫാമിനൂ മക്റല്ലാഹ് ഫലാ യഅമനു മക്റല്ലാഹി ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ. നഷ്ടകാരികളായ ആളുകളല്ലാതെ അല്ലാഹുവിന്റെ ഈ രൂപത്തിലുള്ള പിടുത്തങ്ങൾ, ശിക്ഷകൾ, ഈ രൂപത്തിലുള്ള പ്രത്യേകമായ കാര്യങ്ങളെ കുറിച്ച് നിർഭയരാകുന്നത് നഷ്ടകാരികളായ ജനങ്ങൾ മാത്രമാണ്. അപ്പൊ ഇത് ലോകത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. നമുക്കൊന്നും സംഭവിച്ചില്ല. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ആഹ്ലാദം. നീ അറിഞ്ഞോ ഇന്നലെ കുലുങ്ങി? ഞാൻ അറിഞ്ഞില്ല. ഇതൊന്നും പറയാൻ നേരം ഉണ്ടാവില്ല. ഇനി ശരിക്കുള്ള കുലുക്കം കുലുങ്ങിയ അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ലോകത്ത് പാകിസ്ഥാനിലാണ് പ്രഭവ കേന്ദ്രം. പാകിസ്ഥാനിലാ തുടങ്ങിയത്. നമ്മളെവിടെ? പാകിസ്ഥാൻ എവിടെ? ഒമാനിൽ. ഇങ്ങോട്ട് എവിടേക്കും അനുഭവപ്പെടുന്നത് ഇത് ഭൂമിയാണ്. എന്നിട്ടും മനുഷ്യന്റെ കളിചിരിക്ക് കുറവില്ല. കളിച്ചോ ചിരിച്ചോ, പക്ഷേ അള്ളാഹനെ മറന്നുകൊണ്ടുള്ളത് വേണ്ട. അതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇതൊക്കെ ലഅല്ലഹും യഫ്ഖഹൂൻ, അവരെ ചിന്തിക്കാനും ആലോചിക്കാനുമാണ്. അതുകൊണ്ട് നാമും മനസ്സിലാക്കുക, ഇത് എപ്പോഴാ സംഭവിക്കാനൊന്നും അറിയില്ല പ്രിയപ്പെട്ടവരെ. ആർക്കാ ഉറപ്പ്? അന്ന് 12:37 വരെ അല്ലെങ്കിൽ ആ സമയം വരെ ആർക്കെങ്കിലും അറിയോ ഇതിങ്ങനെ ഉണ്ടാവും?
പെട്ടെന്നാണ് സംഭവിക്കുകയാണ്. എന്താ സംഭവിക്കുക? ഉറങ്ങാൻ കിടക്കുന്ന നേരത്ത് എപ്പോഴാണ്, എങ്ങനെയാണ്, ഒരു വിവരവും ഇല്ല. ഇത് ലോകത്ത് ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് എന്താ വേണ്ടത്? എന്താ ഇതിന് ചെയ്യാ? നമ്മളായ വല്ല നിവൃത്തിയുണ്ടോ? ഒരു നിവൃത്തിയില്ല. അവനവന്റെ ജീവിതം നന്നാക്കുക, വിശ്വാസം നന്നാക്കുക. ഇന്ന് ഉറങ്ങാൻ കിടക്കുമ്പോ അതല്ലെങ്കിൽ എപ്പോഴാണ് എന്തും സംഭവിക്കുക എന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെ തന്നെയാണ് ലോകത്തിന്റെ സ്ഥിതി. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞില്ലേ? ഇന്ന മിൻ അമാറാത്തിസ്സാ, അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ പെട്ടത് തന്നെയാണ്. കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവിടുന്ന് പറയാണ്, അൻയളഹറ മൗതുൽ ഫുജ്ആ, വളരെ പെട്ടെന്നുള്ള മരണങ്ങൾ പ്രകടമാകും. പെട്ടെന്നുള്ള മരണങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കും. വിശദീകരണം വേണ്ടല്ലോ. സംസാരിച്ചു കൊണ്ടിരിക്കുന്നവര് കുഴഞ്ഞു വീഴുന്നു, വീട്ടിൽ ഇരിക്കുന്നവർ കുഴഞ്ഞു വീഴുന്നു, ഫുട്പാത്തിലൂടെ നടന്നു പോകുന്നവൻ കുഴഞ്ഞു വീഴുന്നു, ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ കുഴഞ്ഞു വീഴുന്നു. ഡോക്ടർ പോലും ഒരു രോഗിക്ക് മരുന്ന് എഴുതി കൊടുത്തുകൊണ്ടിരിക്കുമ്പോ ആ മരുന്നിന്റെ കുറിപ്പടി പൂർത്തിയാക്കാനാവാതെ പേന കയ്യിൽ നിന്ന് വീണങ്ങനെ തന്നെ വലത്തോട്ട് ചെരിഞ്ഞു വീണ് മരിച്ചത് നമ്മുടെ കേരളത്തിലല്ലേ പ്രഗത്ഭനായ ഒരു ഡോക്ടർ. അപ്പൊ എത്ര വലിയ ആളുകളാണെങ്കിലും, എത്ര വലിയ മനുഷ്യനാണെങ്കിലും പെട്ടെന്ന് അവന്റെ ഖൽബിന് മൗത്ത് സംഭവിക്കുകയാണ്. പെട്ടെന്ന് സക്സത്തുൽ ഖൽബ് എന്ന് നമുക്ക് പറയാവുന്ന അറ്റാക്ക് വരികയാണ്. ഹൃദയം സ്തംഭിച്ചു പോകുന്നു, പെട്ടെന്ന് മരിച്ചു വീഴുന്നു. അത് കുറച്ച് കൂടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അത് കുറച്ച് കൂടും. പെട്ടെന്നുള്ള മരണങ്ങൾ അത് അടിക്കടി വർദ്ധിച്ചു കൊണ്ടിരിക്കും. ആക്സിഡന്റുകളിലൂടെ നിനക്കാതെയല്ലേ അപകടങ്ങൾ വരുന്നത്? വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ്, വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത് മയ്യത്താണ്. നമ്മുടെ ശരീരത്തിലേക്ക് നമ്മളാണ് വസ്ത്രം ധരിച്ചത്. ഉടനെ തന്നെ അന്ന് നമ്മൾ വിചാരിച്ചുവോ ഞാൻ ഈ വസ്ത്രം ഊരില്ലെന്ന്. പക്ഷേ ഊരിയത് ജനാസ കുളിപ്പിക്കുന്ന, നമ്മെ പുതപ്പിച്ച് കിടത്താനുള്ള നമ്മുടെ സഹോദരങ്ങളാണ്. ഈ നിലക്ക് പെട്ടെന്നുള്ള മരണങ്ങൾ എത്രയോ ആളുകൾ ഒരുപാട് നിനക്കാതെ വിചാരിക്കാതെ പെട്ടെന്ന് മരിച്ചു പോകുന്നത്. പ്രവാസികളെ, നമ്മൾ പത്രം വായിക്കുന്നവരല്ലേ, നമുക്ക് വിശദീകരണം വേണ്ടല്ലോ. പെട്ടെന്നുള്ള മരണങ്ങൾ ഇങ്ങനെ വർദ്ധിക്കുമ്പോഴും നമുക്കെന്ത് ചെയ്യാൻ പറ്റും? നമ്മോടൊരു മുന്നറിയിപ്പാണത്. എടോ, നിന്റെ ജീവിതത്തിന് കാൽക്കാശിന്റെ ഗ്യാരണ്ടി പോലുമില്ല. എപ്പോഴും മരിക്കാൻ തയ്യാറായിക്കോ. ഏത് സമയത്തും മരണം വരാം കേട്ടോ. അതുകൊണ്ട് എന്ത് വേണം? തയ്യാറായിക്കോ, നന്നായി ഒരുങ്ങിക്കോ, മരിക്കാൻ തയ്യാറായിക്കോ. ഏത് സമയത്താണ് റബ്ബ് വിളിക്കുക എന്നറിഞ്ഞുകൂടാ. അതുകൊണ്ട് തൗബ ചെയ്ത് അമല് നന്നാക്കി, വിശ്വാസം നന്നാക്കിയിട്ട് റബ്ബ് എപ്പോ വിളിച്ചാലും സ്വീകരിക്കാനുള്ള മനസ്സോടെ സൽക്കർമ്മ നിരതമായി ജീവിച്ചോ. ഇതാണ് ഇതിലൂടെയൊക്കെ നമ്മൾ ഗ്രഹിക്കേണ്ടത്. അല്ലാതെ നമ്മൾ ആലോചിച്ച ഒരു പ്രസംഗം കേട്ട്, അല്ലെങ്കിൽ ഒരു CD കേട്ട്, അല്ലെങ്കിൽ ഞാനൊരു ലേഖനം വായിച്ച്, അല്ലെങ്കിൽ ഞാനൊരു കിതാബ് വായിച്ച് ഞാൻ ഇരുന്ന് കരഞ്ഞുകൊണ്ട് ഇതൊന്നും സംഭവിക്കാതിരിക്കൂല. പക്ഷെ നമ്മളെന്താ വേണ്ടത്? എന്തിനാ ഇതൊക്കെ കേൾക്കുന്നത്? സൽസല നമുക്ക് പിടിച്ചു നിർത്താനാവോ? മഹാമാരികൾ നമുക്ക് പിടിച്ചു നിർത്താനാകുമോ? ശക്തമായ നിലക്കുള്ള അപകടങ്ങളും ആ രൂപത്തിലുള്ള പ്രതിഭാസങ്ങളും നമുക്ക് പിടിച്ചു നിർത്താനാകുമോ? പിന്നെ എന്തിനാ നമ്മൾ ഇതൊക്കെ പഠിക്കുന്നത്, കേൾക്കുന്നത്, പറയുന്നത്, വായിക്കുന്നത്, ചിന്തിക്കുന്നത്? റബ്ബേ, എന്റെ കാര്യം എത്രയല്ലേ ഉള്ളൂ എന്ന് ചിന്തിക്കാൻ. ഞാൻ എന്താ ഇങ്ങനെ? എനിക്കൊരു മടക്കായില്ലേ? ഇനിയും ഞാൻ തൗബ ചെയ്യാനായില്ലേ? ഞാൻ എന്തായി കാത്തിരിക്കുന്നത്? എന്താ എന്റെ അവസ്ഥ? എന്റെ വിശ്വാസം ശരിയാണോ? എന്റെ കർമ്മം ശരിയാണോ? എന്റെ സ്വഭാവം ശരിയാണോ? എന്നെ പലരും പ്രോത്സാഹിപ്പിക്കുന്നു. ആരും ഉണ്ടാവില്ലല്ലോ എന്റെ കൂടെ. എന്റെ ഖബറിൽ ഞാൻ ഒറ്റക്കല്ലേ? എന്റെ റബ്ബിന്റെ കോടതിയിൽ ഞാൻ ഒറ്റക്കെന്ന് മറുപടി പറയണ്ടേ? എന്റെ ജീവിതം ഞാൻ നന്നാക്കണ്ടേ? ഈ ബോധം നമ്മുടെ മനസ്സിൽ അങ്കുരിപ്പിക്കാനാണ്. ഇത് നമ്മുടെ മനസ്സിൽ തീവ്രമായി നിലനിർത്താനാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിഅമതാനി മഗ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനന്നാസ്. ജനങ്ങളിൽ മഹാഭൂരിപക്ഷവും
രണ്ടനുഗ്രഹങ്ങളെ സംബന്ധിച്ച് വഞ്ചിതരാണ്. തീരുമ്പോഴേ അതിനെപ്പറ്റി അവർ ആലോചിക്കുന്നുള്ളൂ. ഉള്ളപ്പോ അതിനൊരു വില കൽപ്പിക്കുന്നില്ല. അസ്സിഹതു വൽ ഫറാഗ്, ആരോഗ്യവും ഒഴിവു സമയവും. നല്ല ആരോഗ്യമുള്ളപ്പോ ഇബാദത്തൊന്നും ചെയ്യാൻ വയ്യ. കാലിന്റെ മുട്ടിന് നല്ല വേദനയായപ്പോ പറയാം, പഠിച്ചോനെ മുട്ട് വളിയില്ലല്ലോ നിസ്കരിക്കാൻ. മുമ്പ് അവനതിന് താല്പര്യമില്ല. ഹജ്ജിന് പോകാൻ സമയം ഉണ്ടായിരുന്നു, സൗകര്യം ഉണ്ടായിരുന്നു, പോയില്ല. ഇപ്പൊ പറയണേ ഇപ്പൊ ഇവിടുന്ന് പോകണമെങ്കിൽ വലിയ സംഖ്യയാണ്. നാട്ടിലാണെങ്കിൽ നിയന്ത്രണാണ്. ഇങ്ങനെ പലതിനും. പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവത്തോടുകൂടെ ചിന്തിക്കുക. നമുക്ക് കിട്ടുന്ന സമയം, നമുക്ക് കിട്ടുന്ന ആരോഗ്യം, അത് അല്ലാഹുവിന് പൊരുത്തമുള്ള വഴിയിലേക്ക് നന്നായി വിനിയോഗിക്കുക. പഠിക്കാൻ, ചിന്തിക്കാൻ സമയം ഉപയോഗപ്പെടുത്തുക. ഒരു പണിയില്ലായിട്ട് ചില ആൾക്കാർ പലതും പഠിക്കാൻ പോവുകയാണ്. ചിലർക്ക് സമയം പോയി കിട്ടുന്നില്ല. ടൈം പാസ്, സമയം കൊല്ലാൻ എന്തൊക്കെയാണ് ആളുകൾ ചെയ്യുന്നത്. കളികളും വിനോദങ്ങളും ഒക്കെ കഴിഞ്ഞ അവസാനം പല രൂപത്തിലുള്ള പല വിശ്വാസങ്ങളിലേക്കും നയിച്ചുകൊണ്ടിരിക്കുന്ന പലയിടങ്ങളിലേക്കും ഇപ്പോ ആളുകൾ പോവുക. പെണ്ണുങ്ങൾക്കൊന്നൊരു പണിയില്ലാഞ്ഞിട്ടിപ്പോ പല രൂപത്തിലുള്ള കോഴ്സുകളിലൊക്കെ അവർ ചേരാൻ തുടങ്ങി. ചിലരൊക്കെ വിളിച്ചു പറയുന്നു, പ്രത്യേകമായ മന്ത്രോച്ചാരണങ്ങളും കൈകൂപ്പലുകളും സൂര്യ നമസ്കാരവും ഒക്കെ ഉള്ള എന്തൊക്കെയോ യോഗകളൊക്കെ ആരൊക്കെയോ പഠിപ്പിക്കുന്ന പോലും, അങ്ങോട്ടൊക്കെ നമ്മുടെ മുസ്ലിം സ്ത്രീകളുടെ ഒഴുക്ക് കൂടുന്ന പോലും. ചിന്തിച്ചോളണം, നന്നായി ആലോചിച്ചോളണം, നന്നായി പഠിച്ചോളണം. ഒക്കെ ഇസ്ലാമികമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ പ്രത്യേകമായി ചിന്തിച്ചോളണം. പലർക്കും പല ലക്ഷ്യങ്ങളും ഉണ്ടായേക്കാം. വളരെ ഗൗരവമാണ്. ഇപ്പോൾ ഞാൻ അത്രയേ സൂചിപ്പിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഏത് കാര്യത്തിന് സമയം ചെലവഴിക്കുമ്പോഴും പണം ചെലവഴിക്കുമ്പോഴും നന്നായി ചിന്തിച്ചോളണം, നന്നായി ആലോചിച്ചോളണം. ഇസ്ലാം തനിക്ക് നൽകിയ ആയുസ്, തനിക്ക് നൽകിയ അള്ളാഹു നൽകിയ ആരോഗ്യം, അള്ളാഹു നൽകിയ ഒഴിവ് സമയം, ഇത് അള്ളാഹുവിന് പൊരുത്തമുള്ള മാർഗങ്ങളിലേക്ക് വിനിയോഗിക്കുവാനുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ വലിയ രൂപത്തിലുള്ള അനുഗ്രഹങ്ങളാണ് ലോകത്ത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ആയുസ് നമുക്ക് കിട്ടുക എന്നുള്ളത്, ഈ ആയുസ് നമുക്ക് കിട്ടുക എന്നുള്ളത് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. നമ്മൾ മനസ്സിലാക്കിയില്ലേ? എത്രയോ ആളുകൾ നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് തിരിച്ചെത്തുന്ന നമുക്കൊരു ഉറപ്പില്ലല്ലോ. എത്ര സഹോദരങ്ങളാ പെട്ടെന്ന് മൗത്തുൽ ഫുജഅത്ത്, പെട്ടെന്നുള്ള മരണങ്ങളാണ് സംഭവിക്കുകയാണ്. പെട്ടെന്നുള്ള മരണങ്ങൾ. ഒരു കൊല്ലം തികഞ്ഞിട്ടില്ലല്ലോ പ്രിയപ്പെട്ടവരെ. മംഗലാപുരത്ത് നമ്മുടെ പ്രവാസികളുടെ മനസ്സിൽ ഇന്നും നടുക്കത്തോടുകൂടി നമ്മൾ ഓർക്കുന്നതല്ലേ. അതാ അവിടെ എത്തി, ഏതാനും വാരെ അപ്പുറത്തിനും കുടുംബങ്ങളുണ്ട്, കുട്ടികളുണ്ട്, മക്കളുണ്ട്. അങ്ങോട്ട് എത്തുന്നതിന് മുമ്പേ കത്തിച്ചാമ്പലായില്ലേ എത്രയോ ആളുകൾ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഇപ്പോഴും ഈ സന്ദർഭത്തിൽ എന്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ ഒരു സഹോദരൻ അള്ളാഹു വിചാരിച്ചാൽ അങ്ങനെയാണ്. അള്ളാഹു വിചാരിച്ചാൽ സമയമെത്തിയിട്ടില്ലെങ്കിൽ അള്ളാഹു രക്ഷ നൽകുന്നു. നമ്മുടെ ഒരു സഹോദരൻ, അദ്ദേഹം ഈ സദസ്സിലുണ്ട്. പ്രിയപ്പെട്ട നമ്മുടെ സഹോദരൻ, ഒരു മായിൻകുട്ടി. നിങ്ങളൊരു പക്ഷേ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടാവില്ല. ഈ സദസ്സിലുണ്ട്. ഞാൻ എന്റെ ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അദ്ദേഹത്തെ പരിചയപ്പെടുത്തി തരാം. എന്തിനാണെന്നറിയോ? അള്ളാന്റെ വലിയൊരു നിഅമത്ത് കിട്ടിയ ഒരു മനുഷ്യനാണെന്ന് പറയാൻ വേണ്ടി. അത്രയും ആളുകൾ കത്തിച്ചാമ്പലായ മംഗലാപുരം വിമാന ദുരന്തത്തിൽ വിമാനപ്പാളികൾക്കിടയിലൂടെ പുറത്തേക്ക് ആരോ അദ്ദേഹത്തെ എടുത്തെറിഞ്ഞതുപോലെ രക്ഷപ്പെട്ടു വന്ന നമ്മുടെ സ്നേഹിതൻ, സഹോദരൻ, അല്ലാഹുവിന്റെ വലിയ ഫضലാണ് കിട്ടിയിട്ടുള്ളത്. അദ്ദേഹവും നമ്മളും ഒക്കെ ആലോചിക്കുക, നമ്മളെല്ലാവരും ആലോചിക്കുക. എന്താണ് ആലോചിക്കേണ്ടത്? ഇങ്ങനെയാണ് എന്റെ കാര്യം. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നമ്മളൊക്കെ മടങ്ങിപ്പോകുമോ, സ്ഥലത്തേക്കെത്തുമോ? ദിവസേന വാഹനങ്ങളിലൂടെ, അതുപോലെ തന്നെ പല ഘട്ടങ്ങളിൽ ഫ്ലൈറ്റുകളിലൂടെയൊക്കെ യാത്ര ചെയ്യുന്നവരാണ് നമ്മൾ. എവിടെ വെച്ച് എങ്ങനെ മരണം നമ്മെ പിടികൂടുന്നു എന്ന് നമുക്കാർക്കും അറിയൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല തരുന്ന ഓരോ സെക്കൻഡുകളും, ഓരോ മിനിറ്റുകളും, ഓരോ മണിക്കൂറുകളും, ഓരോ ദിവസങ്ങളും, ആഴ്ചകളും, മാസങ്ങളും പ്രിയപ്പെട്ടവരെ നന്നായി ഉപയോഗപ്പെടുത്താനുള്ളതാണ്. അതിനാണ് ഇക്കാര്യം ഞാൻ എന്നോട് ആദ്യം പറയുന്നത്. തുടർന്ന് നിങ്ങളോടും നാം ചിന്തിക്കാൻ, നാം ആലോചിക്കാൻ. അന്ത്യനാളിന്റെ പ്രതിഭാസങ്ങൾ ഇങ്ങനെ ഓരോന്നിങ്ങനെ തുടർന്നു കൊണ്ടുവരികയാണ്. ഇനി പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന രണ്ടാമത്തെ ഈ ഹദീസിൽ പറഞ്ഞ മറ്റൊരു കാര്യം എന്താണ്? ലാ തഖൂമുസ് സാഅ, അന്ത്യനാൾ സംഭവിക്കൂല. ഹത്താ യതഖാറബസ് സമാൻ, കാലം വളരെ അടുത്തടുത്താണ് സംഭവിക്കുകയാണ്.
അതിനാൾ സംഭവിക്കുന്നതിന്റെ മുമ്പ് നടക്കാൻ പോകുന്ന മറ്റൊരു കാര്യം ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ ഹദീസ് വിശദീകരിച്ചു കൊണ്ട് പറയാണ് ഖദ് ഉജിദ ഫീ സമാനിനാ ഹാദാ ഫഇന്നാ നജ്ദു മിൻ സുർഅതി മർറിൽ അയ്യാം മാ ലം നകുൻ നജ്ദുഹു ഫിൽ അസ്രി അല്ലദീ ഖബ്ല അസ്രിനാ ഹാദാ. നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമുക്ക് അനുഭവം മുമ്പുള്ള ആളുകൾക്ക് അനുഭവപ്പെട്ടതിനേക്കാൾ ഇതാ നമുക്കിന്ന് ദിവസം പെട്ടെന്ന് കഴിഞ്ഞു കടന്നു പോകുന്നു. ദിവസങ്ങളൊക്കെ പെട്ടെന്നാണ് കഴിഞ്ഞു പോവുക. നമ്മൾ തന്നെ സംസാരത്തിൽ ഇങ്ങനെ പറയാ, കഴിഞ്ഞ റമദാൻ വന്ന എന്നിപ്പോ റമദാൻ കഴിഞ്ഞു, ഇതേ വന്നു അടുത്ത റമദാൻ. ഒരു വെള്ളിയാഴ്ച ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് അടുത്ത വെള്ളിയാഴ്ച, എന്നിപ്പോ കഴിഞ്ഞ വെള്ളിയാഴ്ച കഴിഞ്ഞു, ഇതേ വന്നു അടുത്ത വെള്ളിയാഴ്ച. ഇങ്ങനെ ഒരു കൊല്ലം കഴിഞ്ഞത് അറിയുന്നില്ല. പ്രവാസികൾ ഓരോരുത്തരും ചോദിക്കുക, ഞാൻ എന്നാ ഇവിടെ വന്ന് ഇറങ്ങിയത്? ഞാൻ ഇവിടെ വന്ന് ഇറങ്ങിയത് ഇത്ര ഡേറ്റിനാ. കൊല്ലത്ര പടച്ചോന് ഇത്രയും കൊല്ലായല്ലോ. അങ്ങനെയാണോ? ഇത്ര കൊല്ലം കഴിഞ്ഞു, മനസ്സിലാകുന്നില്ല. വർഷങ്ങൾ, മാസങ്ങൾ, ദിവസങ്ങൾ കൊഴിഞ്ഞു വീഴുന്നത് അറിയുന്നില്ല. പെട്ടെന്ന് അതാ സമയം ഇങ്ങനെ പെട്ടെന്ന് കഴിഞ്ഞു കടന്നു പോകുന്നത് പോലെ തോന്നുന്നു. അന്നും ഇന്നും മണിക്കൂർ 24 തന്നെയല്ലേ ഒരു ദിവസത്തിന്? ഒരു കൊല്ലത്തിന് 12 മാസം തന്നെയാണ്. അല്ലാഹു അതാ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് മുതലതാ 12 മാസങ്ങളാണ്. ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെ പടച്ചത് മുതൽ കൊല്ലങ്ങൾ അതാ കണക്കാക്കാൻ മാസങ്ങൾ 12 തന്നെ. ആ ദിവസങ്ങൾക്കൊന്നും വ്യത്യാസം വന്നിട്ടില്ല. പക്ഷേ ഇന്ന് നമ്മളതാ പരസ്പരം സംസാരിക്കുമ്പോ പറയുന്നു, ദിവസം കഴിയുന്നത് അറിയുന്നില്ല, തികയുന്നില്ല. എന്താ? കിട്ടുന്ന സമയത്തിന് ബർക്കത്തില്ല. സമയത്തിന്റെ ബർക്കത്ത് പോകുന്നു. ധാരാളം സമയം കിട്ടുന്നുണ്ട് നമുക്ക്, പക്ഷെ പ്രയോജനപ്പെടുന്നില്ല. പെട്ടെന്ന് തീരുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ലാ തഖൂമുസ്സാഅ, അന്ത്യനാൾ സംഭവിക്കൂല. ഹത്താ യതഖാറബസ് സമാൻ ഫതകൂനു സനതു കശ്ശഹരി വയകൂനു ശഹ്റു കൽ ജുമഅതി വതകൂനു അൽ ജുമഅതു കൽ യൗമി വയകൂനു അൽ യൗമു കസ്സാഅ വതകൂനു സാഅതു കഹ്തിറാഖിസ് സഅഫാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറയുന്നത്? കാലം ഇങ്ങനെ അടുത്തടുത്ത് പെട്ടെന്ന് തീർന്നു പോവുകയാണ്. ഫതകൂനു സന, ഒരു കൊല്ലം നിനക്ക് അനുഭവപ്പെടുകയാണ്. കശ്ശഹരി, ഒരു മാസം പോലെ. ഒരു കൊല്ലം കഴിഞ്ഞ ഒരു മാസം പോലെ തോന്നുന്നു. വയകൂനു ശഹ്റു കൽ ജുമഅ, ഒരു മാസം അതാ ഒരു ജുമഅ കഴിഞ്ഞതുപോലെ, അഥവാ ഒരാഴ്ച പോലെ. വതകൂനുൽ ജുമഅ, ഒരാഴ്ചയായി തീരുന്നു. കൽ യൗമി, ഒരു ദിവസം പോലെ. ഒരു ദിവസം കഴിഞ്ഞതുപോലെ ഒരാഴ്ച പോവുകയാണ്. ഒരാഴ്ച പോകുന്നത് പോലെ മാസം കൊഴിയുകയാണ്. ഒരു മാസം തീരും പോലെ ഒരു വർഷം കൊഴിഞ്ഞു പോവുകയാണ്. വതകൂനുസ് സാഅ വയകൂനുൽ യൗമു, അതാ ഒരു ദിവസം അതാ കസ്സാഅ, ഒരു മണിക്കൂർ പോലെ. ഒരൊറ്റ മണിക്കൂർ കഴിഞ്ഞതുപോലെയാണ് 24 മണിക്കൂർ പിന്നിട്ടാലും തോന്നുന്നത്. തീർന്നില്ല. ഒരു മണിക്കൂർ നമുക്ക് അനുഭവപ്പെടുന്നത് ഏതുപോലെയാണ്? അതാ ഒരു ഓലക്കൊടി കത്തിത്തീരും പോലെ, ഒരു ഉണങ്ങിയ ഈത്തപ്പനയുടെ മട്ടലിന്റെ പോലെ അതാ കത്തിത്തീരാൻ എത്ര സെക്കൻഡുകളെ വേണ്ടു? അതുപോലെ തോന്നുന്നു ഒരു മണിക്കൂർ കഴിഞ്ഞു പോകുന്നത്. അത്ര പെട്ടെന്ന് തീർന്നല്ലോ എന്നിങ്ങനെ നമുക്ക് തോന്നുന്ന ഒരവസരം വരാനിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നു. എന്താ കാരണം? എന്താണ് ഈ സമയത്തിന് ഇങ്ങനെ ബർക്കത്ത് കുറഞ്ഞത്? എന്താണ് ഓരോന്നിന്റെയും ബർക്കത്ത് കുറയാൻ കാരണം? നിങ്ങൾ ചിന്തിക്കൂ. എന്താണ് പണ്ഡിതന്മാര് പറയുന്നത്? ഹുവ ളുഹൂറുൽ ഉമൂരിൽ മുഖാലിഫ ലിശ്ശറഇ ഫീ ഹയാത്തിൻ നാസി അൽ ഖാസ്സ വഫീ മുജ്തമഅതിഹിം. മനുഷ്യരിൽ അവന്റെ പ്രൈവറ്റ് ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും ശറഇനോട് യോജിക്കാത്ത കാര്യങ്ങളിൽ അവൻ മുഴുകുമ്പോൾ, അവന് സമയം കിട്ടിയാലും കിട്ടാത്ത പോലെ, പ്രയോജനമില്ലാത്തതുപോലെ അവന്റെ സമയം തീരുന്നു. ഏതുപോലെ? 10,000 കണക്കിന് രൂപ ദിർഹം ശമ്പളം വാങ്ങിയിട്ടും
പരാതി തീരുന്നില്ലല്ലോ, കടം പിന്നെയും വാങ്ങുകയാണല്ലോ, ആവശ്യത്തിന് തികയുന്നില്ലല്ലോ. അതേ അവസരത്തിൽ നമ്മുടെ എത്രയോ മുമ്പുള്ള ആളുകൾ നാം വാങ്ങുന്ന ശമ്പളത്തിന്റെ നാലിലൊന്ന് വാങ്ങിയിട്ട് പോലും സുഖമായിട്ടവർ ജീവിച്ച് മിച്ചം വന്നവരാണ്, മിച്ചം വന്നത് കൊണ്ട് സ്വതക്ക ചെയ്തവരാണ്. പക്ഷേ അതിന്റെ എത്രയോ ഇരട്ടി ശമ്പളം കിട്ടിയിട്ടും ബർക്കത്തില്ലല്ലോ. കാരണം എന്താണ്? ഈ പണം അവൻ പലപ്പോഴും കൈക്കൂലിക്ക് ബന്ധപ്പെടുത്തുന്നു, അനാഥയുടെ സ്വത്തുമായി ബന്ധപ്പെടുത്തുന്നു, അതുപോലെ തന്നെ പല രൂപത്തിലുള്ള പലിശയുടെ ഏർപ്പാടുകളുമായി ബന്ധപ്പെടുത്തുന്നു, തൊഴിലാളികളുടെ അവകാശം പറ്റിച്ചെടുക്കുന്നു. പലർക്കും നൽകേണ്ട ആനുകൂല്യങ്ങൾ കലർന്നതാണ് അവന്റെ പണം. ആ നിലക്കാകുമ്പോൾ ദാനധർമ്മങ്ങളെ അല്ല വളർത്തുന്നതാണ്. പലിശയുമായി ബന്ധപ്പെട്ടതിനെയൊക്കെ എല്ലാ ബർക്കത്തും അല്ല നശിപ്പിക്കുന്നതാണ്. പലിശയുമായി ബന്ധപ്പെട്ടതിന് ബർക്കത്തില്ല, അതുമായി ബന്ധപ്പെടുന്ന പണത്തിന് ബർക്കത്തില്ല. അതേ അവസരത്തിൽ സ്വതക്ക കൊടുക്കുന്ന മനുഷ്യന്, നല്ല രൂപത്തിൽ പ്രവർത്തിക്കുന്ന മനുഷ്യന് കിട്ടുന്നത് കൊണ്ട് അവന് പ്രയോജനപ്പെടുന്നു, അല്ലാത്തവന്റെ ധനത്തിൽ ബർക്കത്തില്ല. ഇതേപോലെ എത്രയോ സമയം നമ്മുടെ മുമ്പിൽ കിട്ടിയിട്ടും കിട്ടുന്ന സമയം മുഴുവനും അള്ളാഹ്ക്ക് പൊരുത്തമില്ലാത്തത് കാണാനും, അള്ളാഹ്ക്ക് പൊരുത്തമില്ലാത്തത് കേൾക്കാനും, അള്ളാഹ്ക്ക് പൊരുത്തമില്ലാത്തടത്തേക്ക് പോകാനും, ശിർക്ക് ചെയ്യാനും, ബിദ്അത്ത് ചെയ്യാനും, അന്ധവിശ്വാസങ്ങളുടെയും മാമൂലുകളുടെയും അനാചാരങ്ങളുടെയും ദുരാചാരങ്ങളുടെയും പിന്നാലെ പോകാൻ മനുഷ്യൻ തയ്യാറായപ്പോ 24 മണിക്കൂറും തികയാതെ പോകുന്നു. കിട്ടുന്ന സമയത്തിന് ബർക്കത്തില്ലാതെ പോകുന്നു. അതല്ലെങ്കിൽ അള്ളാഹ് സൃഷ്ടിച്ച ലോകത്ത് അന്നത്തേക്കാൾ ഒരു ദിവസത്തിന്റെ മണിക്കൂർ കുറഞ്ഞതാണോ കാര്യം? ഒരു മാസത്തിലെ ദിവസങ്ങൾ കുറഞ്ഞതാണോ കാര്യം? വർഷത്തിലെ മാസങ്ങളുടെ എണ്ണം കുറഞ്ഞതാണോ കാര്യം? അല്ലല്ലോ, അന്നും ഇന്നും സമയം ഒന്ന് തന്നെ. പക്ഷേ അതാ കാലം ദുഷിക്കുന്നതോടുകൂടി സമയത്തിന്റെ ബർക്കത്തും കുറഞ്ഞു വരുന്നു. എന്താ പേര് ചെയ്യണ്ടേ? നമ്മൾക്ക് കിട്ടുന്ന സമയം നല്ലതിന് ഉപയോഗപ്പെടുത്താൻ അതാണ് വേണ്ടത്. നമ്മളെ സമയങ്ങൾ, എനിക്ക് കിട്ടുന്ന സമയം ഞാൻ നല്ലതിന് ഉപയോഗപ്പെടുത്തുക. പെട്ടെന്ന് ഈ കാലം തീരുകയാണ്. വയസ്സെത്രാന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ ഇംഗ്ലീഷ് കണക്ക് കൂട്ടിയിട്ട് വയസ്സ് പറയും. അതാണോ കൃത്യം വയസ്സ്? നമ്മൾ അതാ കണക്കാക്കുന്ന കാലഗണനക്ക് കണക്കാക്കുന്ന ഹിജിരി വർഷം കണക്ക് കൂട്ടുമ്പോ ഉള്ള വയസ്സിനേക്കാൾ ഇനിയും കൂട്ടിക്കോ. അങ്ങനെ തീർന്നു പോവുകയാണ് സമയം, അങ്ങനെ തീർന്നു പോവുകയാണ്. ഇതെപ്പോ പെട്ടെന്ന് തീർന്നു പോയി, എത്ര പെട്ടെന്ന് എനിക്ക് ജരാനര ബാധിച്ചു, ഞാൻ എത്ര പെട്ടെന്ന് വയസ്സനായി, ഞാൻ എത്ര പെട്ടെന്ന് ലോകത്തോട് പിരിയാൻ നിൽക്കുന്നു. ഈ ചിന്ത എത്രത്തോളം നമ്മുടെ മനസ്സിനെ ഭരിക്കുന്നുവോ അത്രത്തോളം നമുക്ക് ഈ വാക്കുകൾ പറയുന്നവനും ഉപകാരമാണ്, കേൾക്കുന്നവർക്കും ഉപകാരമാണ്. അല്ലാതെ കൊണ്ട് ഫലമൊന്നുമില്ല. ഇതാണിതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ ലോകത്ത് സമയം ഇങ്ങനെ പെട്ടെന്ന് അങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. അതേ അവസരത്തിൽ അല്ലാഹ് സമയത്തിനും ബറക്കത്ത് തരും, സമ്പത്തിനും ബറക്കത്ത് തരും. എപ്പോ? ഖുർആൻ ഒരു ഉപാധി പറയുകയാണ്, വലൗ അന്നഹുൽ ഖുറാ ആമനൂ വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമായി വൽ അർളി. അറാഫിലെ 96-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറയുകയാണ്, വലൗ അന്നഹുൽ ഖുറാ, നാട്ടുകാരായിരുന്നു, ഗ്രാമവാസികളായിരുന്നുവെങ്കിൽ, അമനൂ, സത്യവിശ്വാസികളായിരുന്നുവെങ്കിൽ, വത്തഖൗ, ആ വിശ്വാസത്തിനനുസരിച്ചുകൊണ്ട് ദോഷങ്ങൾ വരാതെ അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടെ ജീവിക്കുകയും ചെയ്താൽ ലഫതഹ്നാ അലൈഹിം. അള്ളാന്റെ ഓഫറാണ്, വേറൊരാളുടെ ഓഫറൊന്നുമല്ല. ഇത് രാഷ്ട്രീയക്കാർ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോ പറയുന്ന ഓഫറല്ല. കാര്യം നേടാൻ വേണ്ടി, കാര്യം നേടാൻ ഉദ്ദേശിക്കുന്നവൻ ആരിൽ നിന്ന് കാര്യം നേടണോ അവരോട് പറയുന്ന കള്ളവാഗ്ദാനമല്ല. അല്ലാഹ് പറയാണ്, ഈമാനും തഖ്വയും നിനക്കുണ്ടോ, നിനക്ക് കിട്ടുന്ന പണത്തിലും ബർക്കത്തുണ്ടാകും, സമയത്തിലും ബർക്കത്തുണ്ടാകും, എല്ലാത്തിലും ബർക്കത്തുണ്ടാകും. ലഫതഹ്നാ അലൈഹിം, അവരുടെ മേൽ നാം തുറക്കും എന്നല്ല പറയുന്നത്, തുറക്കുക തന്നെ ചെയ്യും. ലഫതഹ്നാ, അവരുടെ മേൽ നാം തുറക്കുക തന്നെ ചെയ്യും. ബറകാത്തിൻ മിനസ്സമായി വൽ അർളി, മുകളിൽ നിന്നും ഭൂമിയിൽ നിന്നും.
മേലെന്നും താഴ്ന്നൊക്കെ ഒരു ബർക്കത്ത് ഉണ്ടാവും. ആകാശഭൂമികളിൽ നിന്ന് അവർക്ക് ബർക്കത്ത് നമ്മളാണ് ചൊരിഞ്ഞു കൊടുക്കുന്ന പറയുന്നത്. അതിനെന്താ വേണ്ടത്? കിട്ടണ സമയം അള്ളാഹ്ക്ക് പൊരുത്തമുള്ളത് ചെയ്യാം. അള്ളാഹ്ക്ക് പൊരുത്തമുള്ളത്, നല്ല വിശ്വാസക്കാരാവുക. ഈമാൻ ജദ്ദിദു ഈമാനക്കും, ഈമാനിനെ പുതുക്കുക, നവീകരിക്കുക, തിളക്കമുള്ളതാക്കുക. പറയാൻ എളുപ്പമാണ്. അള്ളാഹു നമുക്കൊക്കെ ഈമാൻ വളരെ ശോഭയോടെ നിലനിർത്തി തരുമാറാകട്ടെ. അതിങ്ങനെ വർദ്ധിപ്പിക്കുക. സൽക്കർമ്മങ്ങൾ കിട്ടുന്ന ചാൻസിലൊക്കെ ചെയ്യുക. ആരെയും കാണിക്കാനല്ല, ആരെയും അറിയിക്കാനല്ല. റബ്ബറിയുന്നു. ഒറ്റയ്ക്ക് ആരും അറിയാതെ എത്രത്തോളം ചെയ്യാൻ കഴിയോ അത്രത്തോളം ചെയ്യുക. സ്വകാര്യ ജീവിതത്തിലാ ഏറെ തഖ്വ വേണ്ടത്, പുറത്തേക്കല്ല. സ്വകാര്യ ജീവിതത്തിൽ അത് വല്ലാത്തൊരവസ്ഥയാണ്. അവനവന്റെ സ്വകാര്യം, ആ സ്വകാര്യ ജീവിതം പടച്ച റബ്ബിനെ ഭയമുള്ളവർക്കല്ലാതെ കാലഘട്ടത്തിൽ ഏറെ മോശമായ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് വളരെ പ്രയാസമാണ് പ്രിയപ്പെട്ടവരെ, വളരെ പ്രയാസമാണ്. അല്ലാഹുവിന്റെ ബർക്കത്ത് വേണോ? ഇതിൽ അടിയുറച്ചു നിൽക്കണം എന്നാ പറയുന്നത്. റബ്ബ് നമുക്കൊക്കെ അവന്റെ ബർക്കത്ത് ചൊരിയട്ടെ. അതിനാവശ്യമായ ഈമാനും തഖ്വയും റബ്ബ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന അടുത്ത അടയാളം എന്താണ്? ലാ തഖൂമുസ്സാഅ, അന്ത്യനാള് സംഭവിക്കുന്നതല്ല. ഹത്താ യക്സുറൽ ഹർജ് വർദ്ധിക്കുന്നത് വരെ. സഹാബിമാര് ചോദിക്കുന്നു, വമൽ ഹർജു യാ റസൂലല്ലാഹ്, ഓ റസൂലേ എന്താണ് ഈ ഹർജ് എന്ന് പറഞ്ഞാൽ? അല, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അൽ ഖത്ൽ, കൊലപാതകം. രാജ്യത്ത് കൊലപാതകം വർദ്ധിക്കുന്നു. അത് അന്ത്യനാളിൽ അടുക്കുന്തോറും ഇത് കുറയൂല. ധാരാളമായിട്ട് ഒരുപാട് ആളുകളെ കൊല്ലുക, മനുഷ്യന്മാർക്കൊരു കൊതുകിന്റെ വില പോലും കൽപ്പിക്കാത്ത കാലഘട്ടം വരും. കൊല്ലല്ലേ, ഇന്നത് വിശദീകരിക്കണം. ഒരു ദിവസത്തെ പത്രം എടുത്തിട്ട് ഒരു കോളത്തിൽ എഴുതിയ ആ ദിവസത്തെ പത്രത്തിൽ കൊല്ലപ്പെട്ടവര്, പല രൂപത്തിലുള്ള അക്രമങ്ങൾക്ക് വിധേയരായി കൊല്ലപ്പെട്ടവരെ കണക്കൊന്നെടുത്താൽ ഒരു മാസം എത്ര ആളതാണ് നമ്മൾ എണ്ണ. അങ്ങനെ ലോകത്ത് മനുഷ്യവധം, അന്യായമായ വധങ്ങൾ ലോകത്ത് വർദ്ധിച്ചു. മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എന്ന നിരപരാധി ശത്രുക്കളുടെ കരങ്ങളാൽ കൊല്ലപ്പെട്ടു. പിന്നെയും ഒരുപാട് മഹാന്മാര് കൊല്ലപ്പെട്ടു, ഒരുപാട് നേതാക്കന്മാര് വധിക്കപ്പെട്ടു. മുസ്ലിമീങ്ങൾ, നിരപരാധികളായ ആളുകൾ കൊല്ലപ്പെടുകയാണ്. കൊന്നവൻ അറിഞ്ഞൂടെ എന്തിനാ കൊന്നത്, എന്തിനാ ഞാൻ കൊല്ലിടുന്നറിയില്ല. മേലെന്നുള്ള ഓർഡറാ. എന്തിനാ കൊല്ല് എന്ന് പറഞ്ഞു ഞാൻ പോയി കൊന്നു. ഇത് സംഭവിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. ഇത് സംഭവിക്കും. എന്ത്? കൊന്നോൻ അറിഞ്ഞൂടെ ഞാൻ എന്തിനാ കൊല്ലാൻ പോകുന്നു. കൊല്ലപ്പെട്ടവരും മനസ്സിലായില്ല എന്തിനാ എന്നെ കൊല്ലുന്നത്. അങ്ങനത്തെ ഒരു കാലഘട്ടം വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നു. അതാണ് അക്കാലഘട്ടത്തിലെ മനുഷ്യന്മാര് കാലത്തെ ജനങ്ങള് അതാ മരമണ്ടന്മാരാകുന്ന അവസ്ഥയോളം എത്തും. ബുദ്ധിയില്ലാത്ത, വിശേഷ ബുദ്ധിയില്ലാത്ത മോശക്കാരായ ജനങ്ങൾ അവര്. അതാണ് അവരുടെ സ്വഭാവം. അവര് വിചാരിക്കും അവരൊക്കെ വലിയ എന്തോ കാര്യം ചെയ്യുകയാണെന്ന്. പക്ഷേ വലൈസൂ അലാ ശൈഅ, അവരൊന്നുമല്ല. മോശപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ വർദ്ധിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ് കേട്ടോ, വല്ലദീ നഫ്സീ ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനെ തന്നെയാണ് സത്യം. ലയഅതിയന്ന അലന്നാസി സമാനുൻ, ജനങ്ങൾക്കൊരു കാലഘട്ടം വരിക തന്നെ ചെയ്യും. ലാ യദിരിൽ ഖാതിലു, കൊലയാളിക്കറിയൂല ഫി അയ്യി ശൈഇൻ ഖതല, എന്തിനാ ഞാൻ കൊല്ലുന്നത്, ഞാൻ എന്തിനാ അയാളെ കൊല്ലുന്നത് അറിഞ്ഞൂടാ. മേലെന്നുള്ള ഓർഡറാ. എന്തിനാന്ന് എനിക്കറിഞ്ഞൂടാ. കൊട്ടേഷൻ ടീമുകൾ എന്തിനാ കൊല്ലണത്, എന്താണ് ആ സാധു ചെയ്ത് തെറ്റ്? ഒന്നുമില്ല, കാശിട്ടണ അവൻ പറഞ്ഞു, എന്താ പ്രശ്നം എന്ന് എനിക്കറിയില്ല, അവനെ കൊല്ലണം, അവനെ തട്ടണം, അവനെ കൊല്ലണം. ലാ യദിരിൽ ഖാതിലു, കൊല്ലുന്നവൻ അറിഞ്ഞുകൂടാ ഫി അയ്യി ശൈഇൻ ഖതല, എന്തിനാ കൊല്ലുന്നത്. ലാ യദിരിൽ മഖ്തൂൽ, കൊല്ലപ്പെടാൻ പോകുന്ന മനുഷ്യനും അറിഞ്ഞുകൂടാ അലാ അയ്യി ശൈഇൻ ഖുതിൽ, എന്തിന്റെ പേരിലാണ് എന്നെ കൊല്ലുന്നത്, ഞാൻ എന്ത് തെറ്റാ ചെയ്തത്. ഇങ്ങനെ നിരപരാധികളെ കൊല്ലുന്ന മുസ്ലിമീങ്ങൾക്കിടയിൽ തന്നെ അതാ ശത്രുക്കൾ മുഖേന
നിഷ്കരുണം വധിക്കപ്പെട്ട ലക്ഷക്കണക്കിന് ആളുകൾ കഴിഞ്ഞുപോയി. ഇന്നും അതാ ലോകത്തതാ എത്രയോ കൊലപാതകങ്ങൾ കണക്കെടുത്താൽ പലരും ഗൂഢമായ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് ഈ ഉമ്മത്തിന്റെ മെമ്പർമാരുടെ എണ്ണം കുറക്കാൻ ഇസ്ലാമിനെ ഭയപ്പെടുന്നത് കൊണ്ട് രൂക്ഷമായ രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാക്കിയിട്ട് മുസ്ലിം നിരപരാധികളെ കൊന്നുതള്ളുന്നു. ലോകത്ത് എത്രയാ രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാകുന്നത്? 2 ലോകമഹായുദ്ധങ്ങൾ, എത്ര ലക്ഷങ്ങളാ പടഞ്ഞത്? കുരിശുയുദ്ധങ്ങളിലൂടെ എത്ര നിരപരാധികളായ മുസ്ലിമീങ്ങളാണ് വധിക്കപ്പെട്ടത്? ഫലസ്തീനിൽ ഇസ്രായേലിയരുടെ കിങ്കരന്മാരുടെ പ്രത്യേകമായ ആക്രമണങ്ങളാൽ പാവപ്പെട്ട മുസ്ലിം ഉമ്മത്തിലെ എത്ര കുഞ്ഞുകുട്ടികളാണ് ഇപ്പോഴും നിഷ്കരുണം വധിക്കപ്പെടുന്നത്? എത്രയോ ആളുകളാണ് അനാഥകളായത്? എത്ര പേരാണ് വിധവകളായത്? ഇറാഖിൽ എത്രയാണ് അമേരിക്ക കൊന്നൊടുക്കിയത്? ഇറാനിൽ എത്രയാണ് നടന്നത്? അഫ്ഗാനിൽ എത്രയാണ് നടന്നത്? രാജ്യത്ത് ലോകത്ത് എവിടെയൊക്കെയാണ്? കണക്കുകൾ ഒരിക്കലും പൂർത്തിയാക്കാൻ സാധ്യമല്ല. അധുനാധുന ഉപകരണങ്ങളുടെ, അധുനാധുന യുദ്ധ സാമഗ്രികളുടെ, അധുനാധുന ആയുധങ്ങളുടെ വരവോടുകൂടി കണക്കുകളുടെ എല്ലാം അട്ടിമറിച്ചുകൊണ്ട് കോടികളാണ് അരിഞ്ഞു വീഴ്ത്തപ്പെടുന്നത്. മനുഷ്യന്മാർ, രക്തച്ചാലുകളാണ് ലോകത്തൊഴുകുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കൊലപാതകങ്ങൾ, അന്യായമായ കൊലപാതകങ്ങൾ രാജ്യത്തിങ്ങനെ അടിക്കടി വർദ്ധിച്ചു കൊണ്ടിരിക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. വർഗീയതയുടെ പേരിൽ, അധികാരത്തിന്റെ പേരിൽ, സമ്പത്തിന്റെ പേരിൽ, പെണ്ണിന്റെ പേരിൽ, അതുപോലെ തന്നെ പല രൂപത്തിലുള്ള കാര്യങ്ങൾക്കായി അരിഞ്ഞു വീഴ്ത്തുകയാണ്. ഒരൽപ്പം പോലും മനുഷ്യന്റെ ആ പ്രത്യേകമായ ജീവന് ഒരു വില കൽപ്പിക്കാത്തൊരു കാലഘട്ടം. ഇതൊന്നും ഇനി കുറയൂല, ഇത് കൂടുകയാണ്, ഇത് കൂടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ലോകത്തിന്റെ വലിയ രൂപത്തിലുള്ള നാശങ്ങളുടെ കണക്കുകൾ ഇനിയും വരാൻ പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, എന്താ അവിടുന്ന് പറഞ്ഞത്? സാലിഹീങ്ങളൊക്കെ അങ്ങനെ ഓരോന്ന് പോയി തീരും. നല്ലവരായ ആളുകൾ ഇങ്ങനെ കുറഞ്ഞു വരും. അവസാനം ഭൂമിയിൽ ദുഷിച്ചവര് മാത്രം ബാക്കിയാകും. അതിനാൾ സംഭവിക്കുന്നതല്ല. നല്ലവരായ ആളുകളൊക്കെ ഭൂമിയിൽ നിന്ന് അല്ലാഹു പിടിക്കും. നല്ലവരൊക്കെ ഭൂമിയിൽ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഭൂമിയിൽ പിന്നാധമന്മാരാണ് വർദ്ധിച്ചു കൊണ്ടിരിക്കുക. എന്താണ് സൽക്കർമ്മം എന്ന് അവറ്റക്കറിഞ്ഞുകൂടാ. സൽക്കർമ്മം അറിയുകയില്ല. അപ്പൊ അതുകൊണ്ട് കൽപ്പിക്കുന്ന പരിപാടിയില്ല. വെറുക്കപ്പെട്ട തെറ്റുകൾ എന്താണെന്ന് അവർക്ക് വിവരമില്ല. അതുകൊണ്ട് തന്നെ അതിനെ അവർ എതിർക്കൂല. അങ്ങനെ ലോകത്ത് നിന്ന് ഇസ്ലാം അതാ ഒഴിവായി പോകുന്ന ഒരു സാഹചര്യം വരാൻ പോകുന്നു. ഹുദൈഫത്ത് ബിനുൽ യമാൻ റളിയല്ലാഹു അൻഹു എന്നുള്ള റിപ്പോർട്ടിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, യുദ്റസുൽ ഇസ്ലാമു കമാ യുദ്റസു വശിയുസ് സൗബി. ഒരു വസ്ത്രത്തിലെ കൊത്തുപണികൾ മാഞ്ഞുപോകും പോലെ ഇസ്ലാം മാഞ്ഞുപോകും. വസ്ത്രത്തിലെ കൊത്തുപണികൾ നുരുമ്പും പോലെ, വസ്ത്രത്തിലെ കൊത്തുപണികൾ ഇല്ലാതാകും പോലെ ഇസ്ലാം ലോകത്തു നിന്ന് പോകും. എത്രത്തോളം സംഭവിക്കാൻ പോകുന്നു? അക്കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ അറിയാതെയാകും. മാസിയാം, എന്താണ് നോമ്പെന്ന് പറഞ്ഞാൽ? വലാ സലാ, നിസ്കാരം അവൻ അറിഞ്ഞുകൂടാ. വലാ നുസുക്, ഹജ്ജ് അവൻ അറിഞ്ഞുകൂടാ. വലാ സദഖ, സദഖ എന്താണെന്ന് അവൻ അറിഞ്ഞുകൂടാ. അങ്ങനെ ഖുർആൻ പോലും അതാ ഉയർന്നു പോവുകയായി. ഖുർആൻ ലോകത്തിരുന്ന് നഷ്ടപ്പെടുകയാണ്. എന്നിട്ടെന്താ സംഭവിക്കുന്നത്? ഫലാ യബ്ഖാ ഫിൽ അർദി മിൻഹു ആയ. ഭൂമിയിൽ ഒരായത്ത് പോലും ബാക്കിയില്ലാതെ ഖുർആൻ അങ്ങ് നീങ്ങിപ്പോകും. അഥവാ ഫയദ്ഹബു മിൻ അജ്വാഫി റിജാലി, ഹിഫ്ളാക്കിയ മനുഷ്യന്മാരും തീരുകയാണ്. ഹിഫ്ളാക്കിയ ആളുകളുടെ ഹൃദയങ്ങളിൽ നിന്നും ഖുർആൻ പോവുകയാണ്. അങ്ങനെ ഫലാ യബ്ഖാ ഫിൽ അർദി മിൻഹു ശൈഉൻ, ഭൂമിയിൽ ഒരൽപ്പം പോലും ഖുർആൻ പിന്നെയില്ല. പിന്നെയോ വതബ്ഖാ തവായിഫു മിനന്നാസ്, ആളുകൾ അതാ ചില ആൾക്കാരൊക്കെ ബാക്കിയുണ്ട്. അവരുടെ കൂട്ടത്തിലെ ശൈഖുൽ കബീർ വൽ അജൂസ്, കിഴവന്മാരായ പുരുഷന്മാരും കിഴവികളായ ആളുകളും ഒക്കെയുണ്ട്. യഖൂലൂന, ആ കിഴവന്മാരും കിഴവികളും ഒക്കെ പറഞ്ഞുകൊണ്ട്
പറഞ്ഞുകൊണ്ടിരിക്കും, അദ്റക്നാ ആബാഅനാ അലാ ഹാദിഹിൽ കലിമത്തി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫനഹ്നു നഖൂലുഹാ. ഞങ്ങൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒന്നും അറിഞ്ഞുകൂടാ, അവരും എന്താ പറയുന്നത്, ഞങ്ങളെ വാപ്പമാര് ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഫനഹ്നു നഖൂലുഹാ, അത് ഞങ്ങളും പറയുന്നു. അതിലപ്പുറം ഒന്നും അറിയില്ല. ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, ആ ഒരു വാക്ക് കേട്ടിട്ടുണ്ട്, അത് ഞങ്ങളും ഇങ്ങനെ പറയുന്നുണ്ട്. എന്താ അതിന്റെ അർത്ഥമെന്നോ എന്താ അതിന്റെ ആശയമെന്നോ അതൊന്നും അറിയില്ല. നിസ്കാരം എന്താ കേട്ടിട്ടില്ല. നോമ്പോ ഒട്ടും അറിയില്ല. സക്കാത്തോ ഹജ്ജോ സ്വതക്കോ ഒന്നും അറിയില്ല. അങ്ങനത്തെ മോശപ്പെട്ട കാലം ലാ തഖൂമുസ്സാഅ ഹത്താ ലാ യുഖാല ഫിൽ അർളി അല്ലാഹ് 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 എന്ന് വിളിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന ആളുകൾ ലോകത്തില്ലാത്ത കാലത്ത് അന്ത്യനാൾ സംഭവിക്കും. ലാ തഖൂമുസ്സാഅ ഇല്ലാ അലാ ശിറാരിൽ ഖൽഖി, ഏറ്റവും ദുഷിച്ച ജനങ്ങളുടെ മേലല്ലാതെ അന്ത്യനാൾ സംഭവിക്കൂല. അക്കാലഘട്ടത്തിലെ സ്ഥിതി കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ വയബ്ഖാ ശിറാറുന്നാസ് യതഹാറജൂന തഹാറുജൽ ഹുമുരി ഫഅലൈഹിം തഖൂമുസ്സാഅ. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുകയാണ്, വളരെ മോശപ്പെട്ട ജനങ്ങളാണെന്ന് ബാക്കിയുണ്ടാവുക. യതഹാറജൂൻ, അന്നത്തെ ആണ് പെണ്ണിന്റെ മേലെ പുറം കയറും. അതാ അവര് പരസ്പരം ഇണചേരും. തഹാറുജൽ ഹുമുരി, കഴുതകൾ ഇണചേരും പോലെ. ഇതിന്റെ വിശദീകരണം കേൾക്കണോ? ഇമാമിങ്ങൾ കൊടുക്കുകയാണ്. പുരുഷന്മാര് സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടും. ആളുകൾ കാണെ പരസ്യമായിട്ട് ഏർപ്പെടവൻ ചെയ്യും. കഴുതക്കത് പ്രശ്നമല്ലല്ലോ, മൃഗങ്ങൾക്കത് പ്രശ്നമല്ലല്ലോ. മൃഗങ്ങൾ ഇണചേരും പോലെ പരസ്യമായിട്ട് ആളുകളുടെ മുമ്പിൽ വെച്ച് വീഴ്ച നടത്തുന്ന, വ്യഭിചരിക്കുന്ന ഈ വൃത്തിയിൽ ഈ രൂപത്തിലുള്ള ഹീനവൃത്തിയിൽ ഏർപ്പെടുന്ന കാലം വരുമ്പോ അവരുടെ മേലാണ് ലോകത്തിന്റെ അന്ത്യം സംഭവിക്കുക എന്ന് ഇനിയും ദുഷിച്ച് അവരല്ലാതെ ലോകത്തൊരു ടീമില്ലാത്ത കാലഘട്ടം വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അങ്ങനെ മോശാകാൻ പോവുകയാണ്. സംഭവിക്കും. നമ്മൾ പിടിച്ചു നിർത്തിയാ നിൽക്കോ? ഇല്ല. പിന്നെ എന്താ വേണ്ടത്? നമ്മൾ സൂക്ഷിക്കണം. ആ ലോകത്തിന്റെ അടയാളങ്ങൾ വന്നു കഴിഞ്ഞു. ഞാൻ നേരത്തെ മുമ്പ് സൂചിപ്പിച്ചില്ലേ, പരസ്യമായ വീഴ്ചകൾ ലൈവായിട്ട് ലോകത്തിന്റെ മുമ്പിൽ കാണുക. ലക്ഷക്കണക്കിന് സൈറ്റുകളിലൂടെ. അതൊരു പ്രശ്നമാണോ? അതൊരു വിഷയമാണോ? അല്ലല്ലോ, മോശമല്ലല്ലോ. അത് വളരെ അതിന് പ്രത്യേകമായ അവസ്ഥകളില്ലേ. കേട്ടു ഒരു നാട്ടിനെ സംബന്ധിച്ച് എന്താ അവിടെ ചില സദസ്സുകളുണ്ട് പോലും പരസ്യമായിട്ട്, ഇത് ലൈവും ടി വി ഒന്നുമല്ല, പരസ്യമായിട്ട് സ്റ്റേജിൽ വെച്ചൊരു പ്രദർശനം ടിക്കറ്റ് എടുത്ത് കടന്നാൽ കാണാവുന്നത്. ആ അവസ്ഥയിലേക്ക് ലോകമെത്തുകയാണ്, ദുഷിക്കുകയാണ്. വളരെ മോശം. വിശ്വാസരംഗത്ത് അധപ്പതനം, അള്ളാനെ പരിചയമില്ലാത്തൊരു ലോകം വരികയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് കേട്ടുകേൾവിയായി മാറുകയാണ്. ഖുർആൻ നശിക്കുകയാണ്. നിസ്കാരം അറിയാതെ പോവുകയാണ്. നോമ്പും സക്കാത്തും ഹജ്ജും ഒക്കെ അറിയപ്പെടാതെ പോവുകയാണ്. ആ ഒരു ദുരന്തം, ആ ഒരു അവസ്ഥ ലോകത്ത് സംഭവിക്കും. അന്ന് പിന്നെ ഹജ്ജിന് പോലും ആളില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹജ്ജ് ചെയ്യപ്പെടുന്ന ഒരവസ്ഥയുള്ളപ്പോൾ അങ്ങനെ ലോകം അന്ത്യനാൾ സംഭവിക്കൂല. ലാ തഖൂമുസ്സാഅ ഹത്താ യഅ്ജൽ ബൈത്ത്. അതുണ്ടാവില്ല, അതിനും ആളുണ്ടാവില്ല. ഈ രൂപത്തിൽ മോശമായ സാഹചര്യങ്ങൾ വരാൻ പോവുകയാണ്. ഇനിയും പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വേറെയും കുറെ അടയാളങ്ങൾ ഇരുസംബന്ധമായി നമുക്ക് വിശദീകരിക്കുവാനുണ്ട്. നാം എപ്പോഴും ഗൗരവത്തോടുകൂടെ ഓർക്കുക. ഏതടയാളങ്ങൾ കേൾക്കുമ്പോഴും നാഥാ എന്റെ സെക്കൻഡുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞവനാണ് ഞാൻ എന്ന ബോധം. റബ്ബേ നന്നാകണം, എനിക്ക് നന്നാക്കണം. ആ ഒരു ബോധം നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കാൻ പ്രിയപ്പെട്ടവരെ, എനിക്കിത് ഉപകരിക്കണം, നിങ്ങൾക്കും ഉപകരിക്കണം. അതിന് നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആ ഒരവസ്ഥയിലേക്ക് വളരാൻ എത്ര ഉപദേശങ്ങൾ പ്രസംഗിച്ചാലും കേട്ടാലും പിന്നെയും മനുഷ്യനൊരു സ്വഭാവമുണ്ട്. കലം കമഴ്ത്തി വെച്ച് വെള്ളമൊഴിച്ചതുപോലെ ഒരിറ്റ് വെള്ളം അതിന്മേൽ നിൽക്കൂല.
കലം കമഴ്ത്തി വെച്ച് വെള്ളമൊഴിച്ചതുപോലെ ഒരിറ്റ തിന്മേൽ നിൽക്കാതെ കേട്ടു, ഒരു ചെവിയിലൂടെ കേട്ടു. വല്ലാ മുസ്തക്ബിറ കഅല്ലം യസ്മഅഹാ കഅന്ന ഫീ ഉദ്നൈഹി വഖറാ, കാതിലെന്തോ ഉള്ളതുപോലെ കേട്ടു. ജീവിതം പിന്നെയും പഴയപടി തന്നെ. അങ്ങനത്തെവരിൽ പെടാതിരിക്കാൻ നാം ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. അല്ലാഹു നമ്മെ എല്ലാവരെയും അവനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ലോകത്തു നിന്ന് പിരിയുന്ന നിമിഷം ഏറ്റവും സൗഭാഗ്യകരമായ നിമിഷമാക്കി റബ്ബ് മാറ്റിത്തരുമാറാകട്ടെ. ഈമാനോടുകൂടിയുള്ള അന്ത്യം വിധിക്കുമാറാകട്ടെ. തമ്മിലുള്ള പ്രയാസങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.